السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഹസനി മീഡിയയുടെ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഒരു വലിയ പെരുന്നാൾ, ബലി പെരുന്നാൾ കൂടി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. എല്ലാവർക്കും 1000 വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പവിത്രധന്യമായ പരിശുദ്ധമായ 10 ദിനരാത്രങ്ങൾ സമാപനം കുറിക്കുമ്പോൾ ആത്മീയമായി ഒരുപാട് അനുഭൂതികളും ഒരുപാട് ആത്മീയമായ ഗുണങ്ങളും നേടിയെടുക്കാൻ പര്യാപ്തമായ ഒരു മാസമായി, അതിന്റെ 10 ദിവസങ്ങളായി അല്ലാഹു തആല നമുക്ക് വേണ്ടി അവന്റെ ഔദാര്യമായി നൽകിയ ഈ സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ 2 പെരുന്നാളുകളെ വിളിച്ചുണർത്തി നമ്മളിലേക്ക് അല്ലാഹു തആല സമ്മാനിക്കുന്ന 2 കാര്യങ്ങൾ, ചെറിയ പെരുന്നാൾ ഒരൊറ്റ ദിവസം കൊണ്ട് സമാപിക്കുമ്പോൾ വലിയ പെരുന്നാൾ ഒരു ദിവസത്തിൽ അല്ലാഹു തആല ഒതുക്കാതെ ദുൽഹിജ്ജ് 10, 11, 12, 13 കൂടിയ ദിവസങ്ങളെ വലിയ പെരുന്നാളായി അല്ലാഹു തആല നമുക്ക് ആഘോഷിക്കാൻ, വിശിഷ്യ ഇസ്ലാമികമായ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആഘോഷങ്ങൾ പങ്കിടാൻ അല്ലാഹു തആല നമുക്ക് നൽകിയതാണ്. ചെറിയ പെരുന്നാളിൽ നമ്മൾ 2 വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ചെറിയ പെരുന്നാളിന്റെ അഥവാ ശവ്വാലിന്റെ മാസപ്പിറ കണ്ട സമയം മുതൽ നമുക്ക് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധ ബാധ്യത നിർവഹിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുകയാണ്. അത് റബ്ബിന് വേണ്ടിയാണെങ്കിൽ പോലും സൃഷ്ടികളോടുള്ള കാരുണ്യത്തിന്റെ കവാടങ്ങളെ തുറന്നിടാനും അത് സൃഷ്ടികളിലേക്കുള്ള ബാധ്യതകൾ നിർവഹിക്കാനും അല്ലാഹു തആല പഠിപ്പിക്കുമ്പോൾ ചെറിയ പെരുന്നാളിന്റെ അന്ന് ചെറിയ പെരുന്നാൾ നിസ്കാരം അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ നമ്മളോട് കൽപ്പന നൽകുകയാണ്. എന്നാൽ വലിയ പെരുന്നാളും ഇതേപോലെ തന്നെ വലിയ പെരുന്നാളിന്റെ ആ ദിവസത്തിൽ 2 ഏറ്റവും മഹത്വമേറിയ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുകയാണ്. ഒന്ന്, വലിയ പെരുന്നാൾ നിസ്കാരം. മറ്റൊന്ന്, അതിനുശേഷം നമ്മൾ നിർവഹിക്കുന്ന ബലി അറുക്കൽ. നിസ്കാരം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ ബലികർമ്മം അള്ളാഹുവിന് വേണ്ടി സൃഷ്ടികളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇവിടെ ആത്മീയമായി ഈമാനിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ഇലാഹി സ്മരണകൾ ഓർത്തെടുത്തുകൊണ്ട് ഇബ്രാഹിമിയ സ്മരണയിലൂടെ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കൃത്യമായി ഒട്ടും ലവലേശം പോലും മാറ്റിവെക്കാതെ ജീവിതത്തിൽ അനുസരണാശീലം ഉണ്ടാക്കിയെടുത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തോടൊപ്പം ആത്മീയമായ സർവ മേഖലകളിലും താങ്ങും തണലുമായി അവിടുത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച അവിടുത്തെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഭർത്താവിന്റെ ഇലാഹി സ്മരണയിൽ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് അല്പം പോലും നീരസം പ്രകടിപ്പിക്കാതെ ഇലാഹി സ്മരണയിൽ തന്നെ ജ്വലിച്ചു നിന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, ആ ഒരു കുടുംബത്തിന്റെ അനുസ്മരണകൾ അയവിറക്കുന്ന ബലിപെരുന്നാൾ നമുക്ക് അല്ലാഹു തആല അവന്റെ ഒരു വരദാനമായി, അവന്റെ ഒരു ഓഫറായി നൽകിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇവിടെ നാം ഓർക്കേണ്ടത്, നമുക്ക് സന്തോഷവും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ളപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് കുവൈറ്റ് എന്ന രാജ്യത്ത് ഒരു ബിൽഡിങ്ങിന് തീപിടുത്തത്തിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് ജീവനുകൾ അവിടെ വെന്ത് ഉരുകി തീരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികളടക്കം ഒരുപാട് ആളുകൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്.
പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് സന്തോഷമില്ല, അവരുടെ കുടുംബങ്ങളിൽ ആനന്ദമില്ല, അവരെല്ലാവരും പ്രയാസത്തിലാണ്. അല്ലാഹു തആല ആ വിട പറഞ്ഞു പോയ മുസ്ലിം സഹോദരങ്ങളുടെ ഖബറുകൾ സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അല്ലാഹു സമാധാനവും സഹനവും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ. അമുസ്ലിം കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞ് പലരും പോയി. ആ കുടുംബത്തിനും അല്ലാഹു തആല ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, വലിയ പെരുന്നാളിന്റെ ആഘോഷം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അധിഷ്ഠിതമായി നിർവഹിക്കാനും നമ്മളെപ്പോലെ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ, വിശിഷ്യ ഫലസ്തീനിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അടക്കമുള്ളവരെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഈ ദിവസങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ സമയം മാറ്റിവെക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും 1000 വലിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ വിനീതനും കുടുംബത്തിനും വേണ്ടി ദ്വാരക്കണമെന്ന വസീയത്തോടെ തിരിച്ച് നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളും ദ്വാരക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.